BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സെയിൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. The favorite silks. പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യം തൊടുപുഴയ്ക്കേകിയ റോയൽ the complete family shopping near private bus stand തൊടുപുഴ. ലൂണാസ് പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. 916 സ്വർണ്ണാഭരണങ്ങൾ പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. നൂറ്റാണ്ടുകളായി ജനങ്ങൾ തൊട്ടറിഞ്ഞ വിശ്വാസ്യത. കെ പി ചാക്കോ ആൻഡ് സൺസ് ഗോൾഡ്, ഡയമണ്ട്സ്, കിഡ്സ് ജുവലറി, തൊടുപുഴ. 1 പവൻ വീതം 3 പേർക്ക്. മഡോണ ടെക്സ്റ്റൈൽസ്, തൊടുപുഴ. മഡോണ, തൊടുപുഴ. കെ പി വർക്കി ആൻഡ് സൺസ് കാക്കനാട് ജുവല്ലേഴ്സ്, തൊടുപുഴ, കട്ടപ്പന, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി. റെസിഡൻസി കോളേജ്, സിവിൽ സ്റ്റേഷൻ എതിർവശം, കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. മറക്കണ്ട, ഓഗസ്റ്റ് 21 തീയതി രാവിലെ 10 മണിക്ക്. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പൈങ്ങോട്ടൂർ. അഫിലിയേറ്റഡ് ടു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ചെർക്കോട്ട് ഫാഷൻ ജ്വല്ലറി, തൊടുപുഴ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. സിയോൺ റെഡിമെയ്ഡ്സ്, പുളിമൂട്ടിൽ പ്ലാസ, തൊടുപുഴ. സീമാസ് വെഡിംഗ് കളക്ഷൻസ്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനമുദ്ര ശിലാസ്ഥാപനം 2014 ഓഗസ്റ്റ് 25 ചെറുതോണിയിൽ. കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോ. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ, ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Celebrating 64 years of service. തൊടുപുഴയിൽ ഓണച്ചന്ത ആരംഭിച്ചു. കാറ്റ്സ് നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്ത ജോയ്സ് ജോർജ് MPയും CDSന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണച്ചന്ത MM ഹാരിതും ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന KK അനീഷിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KST ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൊടുപുഴ ടൗണിൽ പട്ടാപ്പകൽ സ്ത്രീയുടെ മാല പൊട്ടിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടയംകവല സ്വദേശിനിയുടെ 4 പവൻ തൂക്കം വരുന്ന മാലയാണ് അന്യസംസ്ഥാന തൊഴിലാളി പൊട്ടിച്ചെടുത്തത്. പുത്തൻ തലമുറയിൽ പരിസ്ഥിതി സൗഹൃദം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ കൗതുക വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. സമീപത്തുള്ള സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 20 അടി താഴ്ചയിൽ മണ്ണെടുത്തതിനാൽ വീട് അപകടാവസ്ഥയിൽ. കാഞ്ഞിരമറ്റം വെളിയത്തുപറമ്പിൽ മനോജിന്റെ വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഓണവിശേഷങ്ങൾ. തൊടുപുഴ കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ ഓണച്ചന്ത ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിൽ ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള പരിരക്ഷയും ലഭിക്കാത്ത ഒരു ജനവിഭാഗമായി ജീവിക്കുന്നത് ഇന്ത്യയിലെ കർഷകർ മാത്രമാണ്. മറ്റുള്ള മേഖലകളിലൊക്കെ കർഷകർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പരിരക്ഷകൾ, അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ ഇന്നിപ്പോൾ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നമ്മളൊരു പച്ചക്കറി മാർക്കറ്റ് നടത്തുകയാണ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ ലഭിക്കുന്ന എല്ലാ പച്ചക്കറികളും കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ വിളക്കുണ്ടാക്കിയിട്ടുള്ളത്. ഇത് മറ്റ് ഒരു തലത്തിലുള്ള ഒരു മാറ്റമാണ്.
ഈ മാറ്റമാണ് ഇവിടെ വിളക്കിൽ പോലും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഈ മാറ്റമാണ് കാർഷിക മേഖലയിലാകെ കാർഡ്സ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അതിൻ്റെ ഒരു ഉദാഹരണമായി ഞാനിതിനെ കാണുകയായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ. തീർച്ചയായും വലിയ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നതിന് കാർഡ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് സർക്കാരിൻ്റെതായ പങ്കുണ്ട്. ആ പങ്ക് ഭരണകൂടം നിർവഹിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യം പോകും എന്ന് എല്ലാ വേദികളിലും പറയുന്ന ഒരാളാണ് ഞാൻ. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്ത് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ PG രാജശേഖരൻ, കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, KV ജോസ്, MC മാത്യു, VP ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ അന്തരിച്ച പ്രകാശ് കൃഷ്ണൻ നായരെ അനുസ്മരിച്ചു. കാർഡ്സിന്റെ ഓണച്ചന്തയിൽ നിന്ന് 20 ഇനം പച്ചക്കറികൾ അടങ്ങിയ കിറ്റിന് 150 രൂപ നിരക്കിലും 14 ഇനം പലചരക്ക് അടങ്ങിയ കിറ്റിന് 320 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് ഓരോ 3 മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ബിൽ തുകയ്ക്ക് സമാനമായ ഓണവിഭവങ്ങൾ സമ്മാനമായി നൽകുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ നാടൻ പാലിന് മാത്രമായി പ്രത്യേക സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് സമീപമായി ഓണച്ചന്ത ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷൈൻ M സുരേഖ്, കൗൺസിലർമാരായ AM കരീം, നെറ്റ്സി കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴയിൽ BSNL ജീവനക്കാർ ഓണാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ CSCക്ക് മുൻപിൽ അത്തപ്പൂക്കളവും ഓണസദ്യയും നടത്തി. തൊടുപുഴ BSNL DGM മധുസൂദനൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷണൽ എഞ്ചിനീയർ MJ ജോൺ, SDS ജോസഫ് ലൂക്കോസ്, SBD അനിതാകുമാരി, റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി P വേണു എന്നിവർ പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കുടയത്തൂർ ലൂയിസ് ബ്രെയിൻ സ്മാരക അന്ത്യവിദ്യാലയത്തിൽ ഓണാഘോഷവും ഓണസദ്യയും നടത്തി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് AJ റെജി അധ്യക്ഷനായിരുന്നു. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി അലക്സ് M വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് PD ഉണ്ണി ഓണസന്ദേശം നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ ഉപഹാര സമർപ്പണവും ആശംസയും നൽകി. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ നായർ, തൊടുപുഴ DYSP KM സാബു മാത്യു, AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് A അബ്ദുൾ റഷീദ്, DYSP ജോൺസൺ ജോസഫ്, കാഞ്ഞാർ പോലീസ് സബ് ഇൻസ്പെക്ടർ പയസ് ജോർജ്, തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ സജി മാർക്കോസ്, കാഞ്ഞാർ സബ് ഇൻസ്പെക്ടർ പയസ് K തോമസ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പ വിജയൻ, M മോനിച്ചൻ, കുടയത്തൂർ ലൂയിസ് ബ്രെയിൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ TP പ്രേമരാജൻ, കാഞ്ഞാർ ജനമൈത്രി പോലീസ് CROT R രാജൻ, കേരള പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ KM ഷാജി, K അജിത്, PN ദിനേശ്, MS ഷംസ്, S ഷിനാജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഗാനമേളയും നടന്നു. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോടൊപ്പം അരമണിക്കൂർ ഇരിക്കുവാനും സംസാരിക്കുവാനും സാധിക്കുമ്പോൾ അതൊരു പുതിയ ജീവിതാനുഭവവും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ആത്മാർത്ഥത തന്നെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നടത്തുവാനും സാധിക്കുന്ന ഒരു അനുഭവമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഓണാശംസകൾ നേരുന്നു. പാട
ചിങ്ങപ്പൂവിളി കേട്ടുണരും പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യ തേരുവരും മാസപ്പൂക്കളങ്ങളാടും ആടും കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരളി സദനമന്റെ കേരളം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ നയിക്കുന്ന മാനവകാരുണ്യ യാത്ര മൻഷാദയുടെ ലോഗോ പ്രകാശനം ചെയ്തു. തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖും ചലച്ചിത്ര താരം സുരേഷ് ഗോപിയും ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ഷെഫീഖിന്റെ 6ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ലോഗോ പ്രകാശനം നടന്നത്. ഫാദർ ഡേവിസ് ചിറമേലും ഷെഫീഖിന് പിറന്നാൾ ആശംസകൾ നേർന്നു. ചടങ്ങിൽ പോറ്റമ്മ രാഗിണിയുടെ മടിയിലിരുന്ന് ഷെഫീഖും സുരേഷ് ഗോപിയും ചേർന്ന് 6 നിലയുള്ള കേക്ക് മുറിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഷെഫീഖിന് വേണ്ടി പിറന്നാൾ ഗാനലും പാടി. ഷഫീഖിനേറ്റ ക്ഷതം ഈ രീതിയിലല്ലാതെ തന്നെ ഇതിനേക്കാൾ വലിയ വ്രണമായി തീർന്നിട്ടുള്ള ഒരുപാട് ക്ഷതങ്ങളേറ്റ കുഞ്ഞുങ്ങൾ ഇന്ന് ഇന്ത്യയിലും ലോകത്ത് എവിടെയും ചെന്നാൽ നമുക്കിങ്ങനെയുള്ള രക്തസാക്ഷികളെ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ കാണാൻ സാധിക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ, നടൻ ജാഫർ ഇടുക്കി, കോളേജ് ചെയർമാൻ K മൂസ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.